ഡ്രീം ഫാർമറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. വരാനുള്ള കാരണം നമുക്കൊരു കമൻറ്റ് ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലാണോ കേരളത്തിലാണോ ഏറ്റവും നല്ലത് കൃഷി ചെയ്യാന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ അതിനുള്ളൊരു മറുപടി ഈ ഓൺ വോയിസിൽ തന്നെ വെച്ച് പറയാമെന്ന് കരുതി അങ്ങനെ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ വരുന്നത്. ചെറിയ സ്റ്റോക്ക് പ്രശ്നങ്ങളോട് ചിലപ്പോൾ ടോക്കിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലാണ്ട് ക്ഷമിക്കുക. കർണാടകയിലാണോ നല്ലതെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് ഏറ്റവും അവൈലബിലിറ്റി ഭൂമി കിട്ടാൻ. പിന്നെ കേരളത്തിലുള്ള കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ നമുക്ക് പയർ എന്ന് ഉദ്ദേശിച്ചാൽ കർണാടകയിൽ നമുക്ക് വിത്തല്ല തൈ. ഇപ്പോൾ തക്കാളി ആണെങ്കിലും റെഡി തൈ ആയിട്ട് നമുക്ക് നഴ്സറികളിൽ അവൈലബിലിറ്റി അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ കൊടുത്ത് നട്ടാൽ മതി. പിന്നെ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ തക്കാളി നട്ടിരുന്നു, ഇപ്പോഴും നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മളെ തോട്ടത്തിൽ വേണം വന്ന് അവർ മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകും. എത്രയാണെങ്കിലും റൈറ്റ് അത് അവർ അവിടെ തന്നെ ഫിക്സ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് അവർ അപ്പോൾ നമുക്കെന്താ വെച്ചാൽ എന്തൊരു സാധനം ഉണ്ടാക്കിയാൽ മതി, മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ കർണാടക സർക്കാരും തന്നെ നമുക്ക് മാക്സിമം സപ്പോർട്ടാണ്. കാരണം ഇപ്പോൾ നമുക്കൊന്ന് ഏകദേശം 4 കുഴൽക്കിണർ അഥവാ ബോറ് നമുക്ക് 4 വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു രൂപ പോലും കറണ്ട് ബില്ലില്ലാതെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാരുള്ളത്. പിന്നെ ഭൂമിയുടെ കിടപ്പിനുള്ള മാറ്റം, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ 2 ഏക്കർ വാങ്ങുകയാണെങ്കിൽ കുറേ കുന്നായിട്ടും മലയായിട്ടും കയറ്റായിട്ടും ഇറക്കായിട്ടും കുറേ പ്രശ്നങ്ങൾ നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ കർണാടകയിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരൊറ്റ ഫ്ലാറ്റ് ഭൂമിയായിരിക്കും. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭൂമി നന്നായിരിക്കണം. ഇപ്പോൾ റെഡ്, ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ പല മണ്ണുകളുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറായിട്ടുള്ള മണ്ണിലാണ് ഏറ്റവും വിളവ് കൂടുതൽ കിട്ടുക. അപ്പോൾ അത് നമ്മൾ നോക്കിയെടുക്കുക. അതേപോലെ നമ്മളാരെങ്കിലും ഒരു ഭൂമി എടുക്കുമ്പോൾ അതിൻ്റെ അഗ്രിമെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ വാലിഡ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഒരു വക്കീൽ മുഖാന്തരം അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മുഖാന്തരം അത് എടുത്തിട്ട് അഗ്രിമെൻറ്റ് ചെയ്യുക. അഗ്രിമെൻറ്റിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കർണാടകയിൽ തന്നെയാണ്. ഓക്കെ.